തൃണമൂൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും പിളർപ്പ്. പ്രത്യേക ഇരിപ്പിടത്തിനായി TMC വിമതർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി. പ്രത്യേക ബ്ലോക്കിനായി ഇരിക്കാൻ അനുമതി തേടിയതാണ് 20 MPമാർ ഒപ്പിട്ട കത്ത് നൽകിയത്. റഷീദ് ബിൻ മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ഡൽഹിയിൽ നിന്ന് റഷീദ്, എന്താണ് ഇപ്പോൾ പുതിയ പ്രശ്നം? ഭാരതീയ നിയമസഭാ MLAമാരുടെ പിളർപ്പിന് ശേഷം ഇപ്പോൾ വീണ്ടും വിമതശല്യം TMCയെ രൂക്ഷമായി തന്നെ വരിഞ്ഞു മുറുക്കിക്കുകയാണ്. ഈ ഒരു പിളർപ്പ് പാർലമെന്ററി പാർട്ടിയിലേക്ക് പോലും എത്തിയിരിക്കുകയാണ്. 20ഓളം വരുന്ന വിമത MLAമാരാണ് ഇപ്പോൾ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണമെന്നുള്ളൊരു അനുവാദം തേടിക്കൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ലോക്സഭയിൽ ഇരിക്കുന്നതിനായി തങ്ങൾക്ക് പ്രത്യേക സ്ഥലം വേണം എന്നുള്ളതാണ് ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 20ഓളം വരുന്ന MLAമാർ, അതായത് TMCയുടെ ലോക്സഭയിലെ 20ഓളം വരുന്ന MLAമാരാണ് ഇത്തരത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്ക് ഔദ്യോഗികമായി തന്നെ ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ 20 MLAമാർ ഒപ്പിട്ടിട്ടുണ്ടെന്നുള്ള നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഏതെങ്കിലും തരത്തിൽ TMCയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം തുടർന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിടം വേണമെന്നുള്ളതാണ് പ്രധാനമായും MPമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 23 MPമാർ നേരത്തെ തന്നെ പാർട്ടി വിട്ടേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നതാണ്. അതായത് 23 MLAമാരെ വിമതപക്ഷത്തേക്ക് ചേക്കേറുകയും സുവേന്ദു അധികാരിയുമായും അതോടൊപ്പം തന്നെ നേരത്തെ പാർട്ടി വിട്ട് ഡൽഹിയിൽ BJPയുമായി നിരന്തരം ചർച്ച നടത്തുന്ന കഗോലി ഘോഷുമായും സംവദിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ MPമാരൊക്കെ തന്നെയും ഈ കത്ത് ഇപ്പോൾ സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നത്. ഇനി ഏത് രീതിയിലായിരിക്കും കത്തുമായി ബന്ധപ്പെട്ട നടപടികൾ ലോക്സഭാ സ്പീക്കർ എടുക്കുക എന്നുള്ള കാര്യം കൂടി ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും കഗോലി ഘോഷ് വ്യക്തമാക്കുന്നത് ഈ TMC MPമാരൊക്കെ തന്നെയും ഉടൻ NDAയുടെ പക്ഷത്തേക്ക് ചേരും, NTA പക്ഷത്തിൽ ചേരാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി BJPയിലേക്ക് കൂടുതൽ MPമാർ എത്തുന്നതോടുകൂടി കടുത്ത ഒരു തകർച്ചയിലേക്ക് TMC എത്തിച്ചേരുകയും ചെയ്യും. കാരണം 59 MLAമാർ ഇതിനോടകം തന്നെ വിമതപക്ഷത്തേക്ക് എത്തുകയും ഋതുപ്രത ബാനർജിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിലേക്ക് കൂടി പിളർപ്പ് മുന്നിൽ കാണുന്നത്. എന്തായാലും കടുത്ത ഒരു വലിയ തോൽവിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ തകർച്ചയിലേക്ക് തന്നെയാണ് മമതാ ബാനർജിയും അഭിഷേക് ബാനർജി അടക്കമുള്ള ദേശീയ നേതൃത്വം എത്തുന്നത്. എന്തായാലും ഇവരെ അനുനയിപ്പിക്കാനുള്ള നയങ്ങൾ ഇനി TMCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിനായി മമതാ ബാനർജി ഡൽഹിയിൽ വന്നിരുന്നു. അവർ ഇന്നുകൂടി ഡൽഹിയിൽ തുടരുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ഈ MPമാരുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു കൂടിക്കാഴ്ചക്ക് ശ്രമം നടത്തുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ പോലും അത് വിജയിക്കുന്ന കാര്യത്തിൽ TMCക്ക് പോലും ചില ഉറപ്പില്ല എന്നുള്ളതാണ് TMCയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 20 MLAമാർ ഒപ്പിട്ടിട്ടുള്ള കത്താണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം 28 MPമാരാണ് നിലവിൽ ലോക്സഭയിൽ TMCക്ക് ഉള്ളത്. അതിൽ 20 പേർ പാർട്ടി മാറുകയാണ് എങ്കിൽ പോലും 3/2 ഭൂരിപക്ഷം ഈ പാർട്ടിയിൽ നിന്നും MPമാരുടെ അംഗസംഖ്യ 3/2 പൂർണ്ണമായും NDAയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകും. അത് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും. അതോടൊപ്പം ഇന്ന് രാജ്യസഭാ MP ആയിട്ടുള്ള സുഖേന്ദു ശേഖർ നേരത്തെ രാജിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പുറമെ 6 MPമാർ കൂടി, അതായത് രാജ്യസഭയിലുള്ള 6 MPമാർ കൂടി രാജിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിൽ